കൗമാരപ്രായത്തിലെ അക്ഷരമാലയിൽ തുടങ്ങിയ പ്രണയം മുന്നോട്ട് എന്തെന്ന് പോലും അറിയാത്ത ആ പ്രായത്തിൽ അവനോടൊപ്പം അവളും കൂടി. ടോവിനോയുടെ സ്വന്തം ലിഡിയ. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടനായകനായ ടോവിനോയുടെ ആ പ്രണയകഥയൊന്ന് കേട്ടാലും. +1 പഠിക്കുന്ന കാലമായിരുന്നു. ക്ലാസ്സിലെ ടീച്ചർ അക്ഷരമാല എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ അത് കണ്ടത്. തൊട്ടു മുന്നിലിരുന്ന പെൺകുട്ടി എല്ലാം എഴുതി നോട്ട് ബുക്ക് മടക്കി വെച്ചിരിക്കുന്നു. എന്നാ പിന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ചോദിക്കേണ്ട താമസം അവൾ ഒന്നും പറയാതെ നോട്ട് ബുക്ക് കൊടുക്കുകയായിരുന്നു. ആ പെൺകുട്ടിയായിരുന്നു നമ്മുടെ കഥയിലെ നായിക ലിഡിയ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളാവുകയും പിന്നെ ആ ബന്ധം മെല്ലെ പ്രണയത്തിലോട്ട് നയിക്കുകയുമായിരുന്നു. അങ്ങനെ അവരുടെ +2 പഠനകാലമെല്ലാം കഴിഞ്ഞു. രണ്ടുപേരും പ്ലാൻ ചെയ്ത് കോയമ്പത്തൂരിലെ കോളേജിൽ പഠിക്കാൻ പോകാനും തീരുമാനിച്ചു. കോളേജിലുള്ള പഠനകാലം മൊത്തവും അവരുടെ പ്രണയത്തിന്റെ വസന്തകാലമായിരുന്നു. ഒരുമിച്ചുള്ള യാത്രയും സിനിമ കാണലും ഒക്കെ ആയിട്ട് അവർ അങ്ങനെ പ്രണയിച്ച് നടക്കുകയായിരുന്നു. ആ യാത്രയിൽ ടോവിനോ കൂടുതലും സംസാരിച്ചിരുന്നത് സിനിമയെക്കുറിച്ചായിരുന്നു. ടോവിനോയുടെ സ്വപ്നം സിനിമയാണെന്ന് അന്നേ ലിഡിയ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിക്ക് പോകാനും തുടങ്ങി. 4 ചുമരുകൾക്കുള്ളിലുള്ള ഈ ജീവിതം ടോവിനോയ്ക്ക് നല്ല മടുപ്പുണ്ടാക്കുകയായിരുന്നു. ഈ മടുപ്പ് തിരിച്ചറിഞ്ഞ ടോവിനോ ലിഡിയോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഈ ജോലി സെറ്റാവുന്നില്ല, നമുക്ക് കൃഷിയോ മറ്റെന്തെങ്കിലും നോക്കിയാലോ? അത് വേണ്ട, കൃഷിയെക്കാട്ടിലും നിനക്ക് നല്ലത് സിനിമയായിരിക്കും. ലിഡിയയുടെ ഈ മറുപടി കേട്ട് ടോവിനോയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സിനിമ എന്ന മോഹം വീണ്ടും ഉണർന്നു. അങ്ങനെ 2012 പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്ത് സിനിമാ രംഗത്ത് കാലെടുത്ത് വെക്കുകയായിരുന്നു ടോവിനോ തോമസ്. ടോവിനോയുടെ കരിയർ മാറ്റിമറിച്ച സിനിമയായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ. ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് വെച്ച് തൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ടോവിനോയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഉയർച്ചകളുടെ കാലമായിരുന്നു. മലയാളികളുടെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു ടോവിനോ തോമസ്. അവർക്കിന്ന് 2 കൺമണികളുമുണ്ട്. ഏതൊരു ഉയർച്ചയിലും താഴ്ചയിലും ടോവിനോയുടെ കൂടെ നിന്ന പെൺകുട്ടിയായിരുന്നു ലിഡിയ. അതെ, അവരിന്ന് പ്രണയിക്കുകയായിരുന്നു. അവരുടെ പ്രണയം ട്രൂ ലവ് ആയിരുന്നു.